ഏതെങ്കിലും ബിദ്അത്കാർക്ക് സപ്പോർട്ട് ചെയ്ത് ഓനോട് ചിരിച്ച് പാസാക്കി കൊടുക്കരുത്. സുബ്ഹാനല്ലാഹ്, ബിദ്അത്കാരോടുള്ള സാമീപ്യത്തിൽ നന്നായി ശ്രദ്ധിക്കണം. ഈമാനിനോട് ചേരാത്തതാണ് ബിദ്അത്ത്. ബിദ്അത്തിൽ നല്ല ടൈയപ്പാണ്, നല്ല യോജിപ്പാണ്, നല്ല ഒപ്പമാണ്, നല്ല സുഹൃത്താണ്, നല്ല സ്നേഹമാണെങ്കിൽ എത്ര ഹദീസുണ്ട്. മൻ ദഹിക ഇലാ മുബ്തദിഇൻ, ഒരു മുബ്തദിയിലേക്ക് ഒരാൾ നോക്കി ചിരിച്ചാൽ നസഅ അല്ലാഹു മിൻ ഖൽബിഹി നൂറൽ ഈമാൻ, ഈമാനിന്റെ ഒളിവ് അവന്റെ കൽബിൽ നിന്ന് അല്ലാഹു ഊരിയെടുക്കും. പിന്നെ അവിടെ ഈമാന്. മൻ വഖറ സ്വാഹിബ ബിദ്അത്തിൻ, ബിദ്അത്തുകാരനെ ആദരിച്ചാൽ, അവന് റെസ്പെക്ട് കൊടുത്താൽ, ഫഖദ് അആന അലാ ഹദ്മിൽ ഇസ്ലാം, ഇസ്ലാമിനെ പൊളിക്കുന്നതിൽ അവൻ സഹായിച്ചു. അങ്ങനെ വിദ്യാർത്ഥികാരോട് നമുക്ക് അമർഷം ഓലെ വ്യക്തിപരമായുള്ള വിദ്വേഷമല്ല, ആദർശ രംഗത്തോടുള്ള വിയോജിപ്പാണ്, വേറൊന്നുമില്ല. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് ഓലെ തെറി പറയാനോ ഓലെ ശകാരിക്കാനോ മാനഹാനി വരുത്താനോ അതൊന്നും പാടില്ല. വിഷയങ്ങൾ ഉപദേശിച്ചു കൊടുക്ക്, കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കുക. ചീത്ത വിളിക്കാൻ പാടില്ല, മനുഷ്യന് പാലിക്കേണ്ട ധർമ്മം പാലിക്കണം. പക്ഷെ ഖൽബിൽ അവരോട് ഹുബ്ബ് അത് പാടില്ല. അതുപോലെ മഹാന്മാര് പറഞ്ഞു, അപ്പൊ ഒരു നാട്ടിൽ കച്ചവടക്കാരനായിട്ടൊരു വിദ്യാർത്ഥിക്കാരനുള്ളെങ്കിൽ അത് മുആമലത്തിന് വേണ്ടി, ഇടപാട് നടത്താൻ വേണ്ടി ജായിസാകും, അല്ലാതെ ജീവിക്കണ്ടേ. എന്നാലും നീ ആ കൊടുക്കുന്ന ബഹുമാനല്ലേ സലാം, അതോന് കൊടുക്കാൻ പാടില്ല. നീ കൊടുക്കുന്നൊരു ബഹുമാനല്ലേ പ്രാർത്ഥന, അതോന് കൊടുക്കാൻ പാടില്ല. നീ കൊടുക്കുന്ന ബഹുമാനല്ലേ രോഗം സന്ദർശിക്കല്, അതോന് കൊടുക്കാൻ പാടില്ല. നീ കൊടുക്കുന്ന വലിയ ബഹുമാനല്ലേ മരിച്ചാൽ അവന് നിസ്കരിക്കല്, അത് കൊടുക്കാൻ പാടില്ല. ഇതൊക്കെ ഈമാന്റെ ഭാഗമാണ്. ഇപ്പൊ എന്താ പറയുക ആൾക്കാർ ലെവല്, അതിനൊന്നും കുഴപ്പമില്ല. ഞാൻ വെറുതെ പറയല്ല, നമ്മളൊക്കെ അങ്ങനെ ഹാ ഹാ എന്ന് പറഞ്ഞാൽ പോരാ. ഇതിനൊന്നും അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, അതിനൊന്നും അത്ര വലിയ കുഴപ്പമൊന്നുമില്ല, അതൊന്നുമില്ലാതെ അവിടെ ജീവിക്കാൻ കഴിയൂല. ഈ നിലപാടാണെങ്കിലേ ഇല്ലല്ലദീന ആമനു എന്നുള്ളടത്തേക്ക് തന്നെ എത്തൂല, ബാക്കി പിന്നല്ലേ. ഈമാനിൽ നല്ല ഉറച്ച നിലപാട് വേണം. ആ നിലപാടിന് മാറ്റമുണ്ടാകാൻ പാടില്ല. ബിദ്അത്തുകാരുടെ അതേ ഹുക്മ് തന്നെയാണ് ഫാസിഖീങ്ങൾക്കുമുള്ളത്. അതും നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ആരാണ് ഫാസിഖ്? മനിർതകബ ദംബൻ അളീമൻ വലം യതുബ് മിൻഹു, വൻ കുറ്റം ചെയ്തിട്ട് തൗബ ചെയ്തിട്ടില്ല. ഔ അസറ അലാ സഗീറ, അല്ലെങ്കിൽ ചെറുദോഷത്തിൽ അവൻ എന്നും അങ്ങനെ ഉറച്ചു നിൽക്കുന്നു, എന്നും അങ്ങനെ ചെയ്യുന്നു. ഇവൻ ഫാസിഖാണ്. ബിദ്അത്തുകാരനെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ലാത്തതുപോലെ ഫാസിഖിനെയും തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല. ബിദ്അത്തുകാരനോട് സലാം പറയാൻ പാടില്ലാത്തതുപോലെ ഫാസിഖിനോടും സലാം പറയാൻ പാടില്ല. ബിദ്അത്തുകാരനെ സ്നേഹിക്കാൻ പാടില്ലാത്തതുപോലെ ഫാസിഖിനെയും സ്നേഹിക്കാൻ പാടില്ല. ബിദ്അത്തുകാരൻ സാക്ഷി നിർത്തിയാൽ മതിയാകാത്തതുപോലെ ഫാസിഖും സാക്ഷി നിന്നാൽ മതിയാകൂല. അത് നിക്കാഹിനാകട്ടെ, കല്യാണത്തിനാകട്ടെ, നിന്റെ ഒരു പ്രശ്നത്തിനാകട്ടെ, ഷാഹിദായിട്ട് ഓനെ പറ്റൂല. കാരണം ഓന് ഫാസിഖാണ്, ഓന് അദിലില്ല. ഫാസിഖിന് അദിലുണ്ടാകൂല, നീതി ഉണ്ടാകൂല. ഓനാ ഫിസ്കിൽ നിന്ന് മാറി വരണം.